ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ്. ബീഫ് സുർബിയാൻ, മട്ടൻ ചാപ്സ്, ബീഫ് പള്ളിക്കറി, ഫിഷ് കറി, മീൽസ്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും. ബ്രീസ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. വണ്ടൂർ മഞ്ചേരി റോഡിലെ തെരുവുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. കത്താത്ത തെരുവുവിളക്കുകളിൽ പന്തം കൊളുത്തിയാണ് പ്രതിഷേധം നടത്തിയത്. നന്നാക്കാനായി പദ്ധതിയില്ല. പഞ്ചായത്തിൻ ഭരണക്കാരും കണ്ടൂരിന്റെ എംഎൽഎയും കമ്മീഷൻ അടിച്ചു നടക്കുന്നു. സിന്ദാബാദ് സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്. കത്താത്ത തെരുവിളക്ക് കത്തുന്ന പ്രതിഷേധം എന്ന പേരിൽ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഗ്രാമീണ മേഖലയിലെ വികസനത്തിനു വേണ്ടി ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ 50% ത്രിതല പഞ്ചായത്തുകൾക്ക് നീക്കിവെക്കുന്നതിന്റെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു വർഷം കേരള ഗവൺമെന്റിന്റെ പ്ലാനിംഗ് ഫണ്ടിന്റെ 2.5 കോടി രൂപയും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഗ്രാന്റായി 5 കോടി രൂപയും ഈ പഞ്ചായത്തിന്റെ ഏകദേശം 2 കോടി രൂപയുടെ തനത് വരുമാനവും അടക്കം ഒരു വർഷം 10 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ പഞ്ചായത്ത് തയ്യാറാക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന UDF ഭരണസമിതി 100 കോടി രൂപയുടെ പദ്ധതികൾ തയ്യാറാക്കിയിട്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഈ പഞ്ചായത്തിന്റെ പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ പഞ്ചായത്തുകളിലും തെരുവിളക്കുകൾ കത്തുമ്പോൾ ഈ വണ്ടൂർ പഞ്ചായത്തിന്റെ വണ്ടൂർ അങ്ങാടി മുതൽ ഈ പഞ്ചായത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ മുഴുവൻ തെരുവിളക്കുകൾ വർഷങ്ങളായി ഇപ്പോൾ കത്തുന്നില്ല. എന്തുകൊണ്ടാണ്? പഞ്ചായത്ത് പദ്ധതികൾ തയ്യാറാക്കുന്നു, എന്നാൽ തുടർന്ന് അത് ഉപയോഗിക്കുന്നതിനോ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ അത് പിന്നീട് ഉപയോഗിക്കുന്നതിനോ ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല. MLA ഈ പദ്ധതികൾക്കെല്ലാം കൂട്ടുനിൽക്കുകയാണ്. ഈ മഞ്ചേരി റോഡിലെ ഈ തെരുവിളക്കുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു പദ്ധതി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് വാർഷിക മെയിൻ്റനൻസിനുള്ള കരാറിൽ ഒപ്പിടാണ്ട് ആ കരാറുകാരിൽ നിന്ന് അതിന്റെ കമ്മീഷൻ കൂടി MLA കൈപ്പറ്റിയതിന്റെ ഭാഗമായി അത് ഏറ്റെടുത്ത ആ കമ്പനി ഇതിന്റെ മെയിൻ്റനൻസ് നടത്താൻ തയ്യാറാവുന്നില്ല. എന്നാൽ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മൂക്കിന് താഴെ നിൽക്കുന്ന ഈ തെരുവിളക്കുകൾ കത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിയുന്നില്ല. തെരുവിളക്കുകൾ മാത്രമല്ല, നിങ്ങൾ ഏതൊരു വിഷയം എടുത്തു നോക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവരുടെ വീട് റിപ്പയറിന് കൊടുക്കേണ്ട പണം കൊടുക്കാൻ ഈ പഞ്ചായത്തിന് കഴിയുന്നില്ല. തെരുവ് പട്ടികളെ കൊണ്ട് ഈ വണ്ടൂർ പഞ്ചായത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അവരെ പിടിച്ച് കൂട്ടിലടക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഈ പഞ്ചായത്തിന് കഴിയുന്നില്ല. കേരള ഗവൺമെന്റ് ഈ നാട്ടിലെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പന്നികളെ വെടിവെക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് പണം കൊടുക്കുമ്പോ ആ പണം കൂടി പുട്ടടിച്ചുകൊണ്ട് ഈ കർഷകരെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിക്കാൻ ഈ പഞ്ചായത്തിന് കഴിയാതെ വരുന്നു. പഞ്ചായത്തിന് കിട്ടുന്ന പണം കൊണ്ട് ഈ പഞ്ചായത്തിനകത്തിരുന്ന് ജില്ലാ പഞ്ചായത്തിന്റെ അതേ മാതൃകയില് കള്ള പദ്ധതികൾ ഉണ്ടാക്കി അതിന്റെ കമ്മീഷൻ പറ്റി രാഷ്ട്രീയം ഒരു തൊഴിലായി സ്വീകരിച്ച ഈ രാഷ്ട്രീയ നപുംസകങ്ങളെ ഈ പഞ്ചായത്തിൽ നിന്ന് അടിച്ചിറക്കുന്നത് വരെ ഡിവൈഎഫ്ഐ അടക്കമുള്ള ഈ നാട്ടിലെ പ്രതിഷേധത്തിന്റെ അഗ്നിയുടെ ഒരു ഭാഗം നിലനിൽക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട്
ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഇടതുപക്ഷ പ്രസ്ഥാനം സമരം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിന്റെ തുടക്കമാണ് ഡിവൈഎഫ്ഐ പ്രതീകാത്മകമായി ഈ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് പേര് തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതിനാവശ്യമായ ഫണ്ട് നീക്കിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതിനാവശ്യമായ ഇടപെടലുകൾ പഞ്ചായത്ത് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതീകാത്മകമായ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. മേഖലാ സെക്രട്ടറി കെ എം അജയ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം പി രജീഷ്, മേഖലാ പ്രസിഡന്റ് ലിജു ജേക്കബ്, പി ഫാസിൽ, എ പി അൻസാർ, കെ ടി ജസ്വൽ, ബാബു ഹസൻ, കെ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈൻ, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ. 2 ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് തവ, 1/2 പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ, 1 പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി.